കണ്ടു അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളോട് പറയുന്നത് പപ്പാറിന കഥ എല്ലാവരും എന്നോട് പപ്പാറിന കഥ എല്ലാവരും പോയി കാണണം. എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ്. എല്ലാവരും പോയി കാണണം. അടിപൊളി മൂവിയാ. അഭിപ്രായം പറയണം. അടിപൊളിയാ. ഫാമിലി ആയിട്ട് പോയി കാണണം. ഫാമിലിയുടെ മൂവിയാണ്. എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം നിറഞ്ഞു പോയി. അവരുടെ രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റിയത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അടിപൊളി. എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സന്തോഷമാണ്. എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഭയങ്കര സന്തോഷമായി എനിക്ക്. എല്ലാവരും നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്. അത് നിസാം എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫിലിം മേക്കേഴ്സാണ് നമുക്ക് മലയാളത്തിലുള്ളത്. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് ഒരു ജോണറൊന്നും പറയാൻ പറ്റുന്ന പോലത്തെ സിനിമയല്ല. ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരു ത്രില്ലറാണ്, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാ തരത്തിലും അങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. ആൻഡ് നമ്മൾ കുറേ നാളെ അങ്ങനത്തെ സിനിമ കണ്ടിട്ട് എനിക്കൊന്ന് നല്ല ഫൈനസ്റ്റ് പെർഫോമൻസ് ഉണ്ട്. രാജുവേട്ടൻ്റെ ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. ഇവർ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പാർവതി ആൻഡ് ഹക്കീം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസിൽ അശോക് ഏട്ടൻ, ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല പെർഫോമൻസസ് എല്ലാം നല്ലൊരു സിനിമയാണ്. ആൻഡ് ആൾക്ക് നമ്മൾ കണ്ട് പരിചരിച്ച പോലത്തെ ഒരു സിനിമയല്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെറൊരു ആക്ഷൻ സിനിമ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ഡ്രാമയുള്ള ഫാമിലിക്കൊക്കെ ഇഷ്ടമാകുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. ഭയങ്കര നല്ല ക്രാഫ്റ്റുള്ള സിനിമയാണ്. ഹോപ്പ്ഫുള്ളി എവരി വൺ ലവ്സ് ഇറ്റ്. എന്താ പറയുക, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. വളരെയധികം സന്തോഷം. അങ്ങനെ വളരെ നല്ല പെർഫോമൻസുകളും, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലൊരു ജോണറോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല, അങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല ഈ സിനിമയുടെ ജോണറും. സോഷ്യോ പൊളിറ്റിക്കൽ, എന്താ പറയുക, ഫാമിലി ഡ്രാമ, ആക്ഷൻ എല്ലാം ഉള്ളൊരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പറയാൻ പറ്റുന്നില്ല, എന്താ പറയുക, ഇതൊരു നിസാം ബഷീർ സംഭവമാണ്. താങ്ക് യു. ഒരു ഗ്യാപ്പ് അതിലെ പോകും. നല്ല പടമായിരുന്നു, അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആരും എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. നല്ല സിനിമയാണ്. യെസ്, നൈസ് മൂവി. സെറ്റ് പടം.